ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ കൂട്ടറാണ് കേട്ടോ. ഇതെൻ്റെ വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് പോകാനുള്ള പ്ലാൻ എന്ന് വെച്ചാൽ തമ്പനയിൽ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ പൊന്മുടി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ പോകാൻ പോകണം. സ്റ്റിൽ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മടത്തറയാണ് നിൽക്കുന്നത്. മടത്തറയിൽ നിന്ന് പാലോടോട്ട് പോകുന്ന റൂട്ടിലാണ് ഞാൻ വന്നത്. കടക്കൽ വഴിയാണ് വന്നത്. അപ്പോൾ അതുവഴി ഇടയ്ക്ക് വെച്ച് കയറാൻ പറ്റും, പക്ഷേ ഭയങ്കര മോശം റോഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ട്രാവൽ ബ്ലോഗ് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് സീൽ ചെയ്യുന്നത് കേട്ടോ. മറ്റേത് ചുമ്മാ ഞാൻ കുറച്ച് റൈഡിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോടൊപ്പം അളിയനുണ്ട്. പോകാൻ പോണ സ്ഥലവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സെറ്റായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ വേറെ ലെവലെന്നാണ് പറയുന്നത്. എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഇന്നലെ പോയായിരുന്നു. അപ്പോൾ ഇതാണ് അളിയൻ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങോട്ട് തെറിക്കാൻ പോകണം കേട്ടോ. മടത്തറയിൽ നിന്ന് പാലോടോട്ടാണ് പോകാൻ പോകണം. മിക്കവർക്കും ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ മാപ്പ് നോക്കിയാണ് പോകണം. എനിക്കിപ്പോൾ അത്യാവശ്യം ഒരു 4-5, അപ്പോൾ ഒരു 6ാമത്തെ വട്ടമാണ് ഞാൻ പോകണം. അപ്പോൾ ഒരു 6 വട്ടം ആയതുകൊണ്ട് ഏകദേശം വഴിയൊക്കെ കുറച്ചൊക്കെ അറിയാം. ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വരുന്നെങ്കിൽ ഞാൻ മാപ്പൊക്കെ നോക്കി പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെറുക്കനെ ബോബോയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്താണ് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ലോക്ക് ഇടുമ്പോഴത്തേക്കും ലോക്ക് കഴുകിയ ഒരു പാട്, അങ്ങനെ എടുത്ത് ഇപ്പുറത്തോട്ട് സെറ്റ് ചെയ്ത്. എന്നാലും ഇവിടെ ചെറുതായിട്ട് തട്ടുന്നുണ്ട്. കഴിക്കണം. ഓക്കെ, ഇപ്പം സമയം 8:06. 8:30 അങ്ങോട്ടാണ് അവിടെ കയറ്റി വിടുന്നതെന്ന് പറഞ്ഞ് നമുക്ക് എന്തായാലും പോവാം. നല്ല വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ 2:30 ആ പയ്യന്മാർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇടാ നല്ല വ്യൂ ഉണ്ട്. അവർ പോയ സ്റ്റാറ്റസ് കണ്ടിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു കേട്ടോ. നമുക്കൂടെ തെറിക്കാം. ഞാൻ അവിടെ കയറുമ്പോൾ ഉള്ളത് ഷൂട്ട് ചെയ്താൽ മതിയോ എന്ന് തോന്നുന്നു. ഇത് അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ. പിന്നെ മഴയൊക്കെ പെയ്ത് റോഡിൽ ചരലൊക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഒരു ചെറിയൊരു വിഷമം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കോർണർ അടിച്ചൊക്കെ ചെന്ന് കയറി കൊടുക്കുകയാണെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് നല്ല ടയറൊക്കെ തന്നെ ഇട്ടേക്കുന്നത്. നല്ല ടയറിലൊന്നും കാര്യമില്ല. വണ്ടിയുടെ വെയിറ്റും നമ്മുടെ വെയിറ്റും എല്ലാം കൂടെ ആകുമ്പം പാലോടൊന്ന് സ്ഥലത്ത് എത്തി. ഇവിടെ നിന്ന് റൈറ്റാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ആരൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് പോയി ബ്രൈമൂർ പോകുന്ന റൂട്ടാണ്. തിരക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം സ്കൂൾ ടൈമൊക്കെ, അതാണ് വിഷയം. എന്താ പറയാ, അതങ്ങനെ തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ പാലോട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലോട് പിന്നെ നമുക്ക് ചില സ്ഥലങ്ങളിലൊന്നും ബോർഡില്ല. ചില ടേണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനപ്പോൾ അവിടെ എത്തുമ്പോഴൊക്കെ അത് ഷൂട്ട് ചെയ്തിടാം. അപ്പം മിക്കപ്പോൾ മാപ്പ് ഉപയോഗിച്ച് വരുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഒരു മാപ്പ് എടുത്ത് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിൽ പില്ലിയൻ ഉണ്ടെങ്കിൽ പില്ലിയൻ്റെ കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലൊരു ഹോൾഡർ മേടിച്ച് വെച്ചിട്ട് അതൊരു വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ റോഡ് കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാതെ കുറേ കട്ടറും കാര്യങ്ങളൊക്കെ കയറി വരും കേട്ടോ. അതുകൊണ്ടാണൊരു പേടി. വണ്ടിയുടെ ഷോക്കും പോവും. പിന്നെ പില്ലിയൻ തെറിക്കാൻ ചാൻസ് കൂടുതലാണ് ഈ വണ്ടിയിൽ. ചെറിയ സീറ്റാണ് എന്ന് വെച്ചാൽ കാണുമ്പോൾ വൈഡായിട്ട് തോന്നുമെങ്കിലും ആ ഇരിക്കുന്ന സ്ഥലം ചെറിയൊരു പലകയ്ക്കകത്തിരിക്കുന്നതൊക്കെ കേട്ടോ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ജംഗ്ഷനിലോട്ട് വന്ന് എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ വലത്തോട്ടല്ല പോകേണ്ട, നേരെ അങ്ങ് പോയാൽ മതി. ഈ റോഡ് നേരെ പോകണം കേട്ടോ. വലത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ റോഡ്, ഇതിപ്പം സ്ഥലത്തിൻ്റെ പേര് നന്ദിയോടാണ് കേട്ടോ. നന്ദിയോടെന്ന് ഈ റൂട്ട് കയറിയാൽ മതി. ഇവിടെ നമ്മൾ ലെഫ്റ്റാണ് കയറേണ്ട, വിതുര റൂട്ടിലോട്ടാണ് കയറേണ്ട. നേരെ പൊക്കളയരുത്, ലെഫ്റ്റിലോട്ടാണ് കയറേണ്ട. അപ്പം നല്ല വലിയൊരു ഹമ്പുണ്ട്. അപ്പം ആ ഒരു ഹമ്പ്, അപ്പോൾ ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് പൊന്മുടി, വിതുര പൊന്മുടി. ഇല്ലില്ല, വിതുര പൊന്മുടി എന്ന് പറഞ്ഞിങ്ങനെ എഴുതി വെച്ചു. കാരണം നമുക്ക് വഴി തെറ്റാൻ ചാൻസ് ഒരുപാടുണ്ട്. ഞാൻ ആദ്യം വന്നപ്പോൾ കിടന്ന് കറങ്ങിയായിരുന്നു. നമ്മൾ കല്ലാറെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പാലം കയറിയാണ് പൊന്മുടിയിലോട്ട് കയറുന്നത്. പണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ കൊറോണ സമയത്തായിരുന്നു കേട്ടോ. കൊറോണ സമയത്ത് അടഞ്ഞു കിടന്നിട്ട് തുറന്ന സമയമായിരുന്നു. സാനിറ്റൈസറിനൊക്കെ ഓട്ടിച്ചാൽ വരെ ഇവിടെ നിന്ന് താഴോട്ട്. നമ്മളിവിടെ ഒരു കടയിൽ വന്നിട്ട് സാനിറ്റൈസർ മേടിച്ചുകൊണ്ട് തിരിച്ചേറി പോകുമായിരുന്നു. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പൊന്മുടിയിലെ ഒരു സെറ്റപ്പാളിയാ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവിടെ നിന്നാണ് ഇനി കേട്ടോ പൊന്മുടിയുടെ ഒരു ആംബിയൻസ് തുടങ്ങുന്നത്. ഇവിടെ നിന്നാണ് കേട്ടോ. ഇതുവരെ നമ്മൾ കാട്ടിക്കൂടെയൊക്കെ തന്നെയാണ് വന്നത്. എന്നാലും നമ്മൾ പൊന്മുടിയുടെ ഒരു ആംബിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും
അവിടുത്തെ വർക്ക് ചെയ്യുന്ന ചേച്ചിയൊക്കെയാണ് വരുന്നത്. നമുക്ക് കുറച്ച് കൊണ്ടുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഇട്ടേക്കുന്ന കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കാനൊക്കെ ഉള്ള പാർക്കിങ്ങിൻ്റെ സെക്ഷനിലോട്ട് കിടക്കും കേട്ടോ. താഴെ മൊത്തം കാടാണ്. ഇതിലും നല്ല വൈബിലോട്ട് നമ്മളിനി കയറാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുക്കുന്നിടത്തോട്ട് പോവാം. ഓക്കെ, പോളിയോ. ക്യാമറ ഉണ്ട്. ആ, ഇത് ഷൂട്ടിന് കുഴപ്പമുണ്ടോ? 170 അല്ലേ? ബാഗിനകത്ത് നിന്ന് പേഴ്സ് എടുത്ത്. ബാഗ് അയ്യോ, ഇതല്ല. ഇപ്പം ഇതിനകത്ത് ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 170 രൂപയായി കേട്ടോ. 170 രൂപയായി. എൻട്രി അഡൽട്ട് 40, 20, 70. ക്യാമറയ്ക്ക് 70 രൂപയാണ് കേട്ടോ. അല്ലയാ, ഇത് വെച്ചോ കയ്യിൽ. അപ്പം നമ്മൾ ഈ ഒരു ടിക്കറ്റ് മുകളിൽ കാണിക്കണം കേട്ടോ. ടിക്കറ്റ് മുകളിൽ കാണിക്കാനുള്ളതാണ്. ഇതിട്ടോ, ചെക്ക് പോസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവാം. അപ്പം സീയും കൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് പൊന്മുടിയിലോട്ട് വരുന്നത് കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. വണ്ടി ഇപ്പം ചെയിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ടൊക്കെ ഉണ്ട്. കാരണം മഴയാണ്. മഴയായ വണ്ടി ഇങ്ങനെ തന്നെ. നമ്മൾ ഒരുപാട് പൊടിയൊക്കെ കയറുകയാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ സൗണ്ട് കേൾക്കും. റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം റോഡ് പണി നടക്കുന്നുണ്ട്. ടിക്കറ്റ് താഴെ നിർത്ത് മേല് കാണിക്കണം കേട്ടോ. അത് മിസ്സായി കഴിഞ്ഞാൽ പണി കിട്ടും. 10ാമത്തെ ഹെയർ പിൻ എത്തി. ഇനി 12 എണ്ണം ഉണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. വണ്ട എത്തുമ്പോൾ നല്ല കാറ്റായിരിക്കും. ഇതിൽ നിന്ന് കാറ്റായിരിക്കും. ചില ഹെയർ പിന്നുകൾ നമുക്ക് വലുതായിട്ട് തോന്നത്തില്ല. പക്ഷെ ചിലത് നല്ല ഹൈറ്റും ഉണ്ട്. എന്നുവെച്ചാൽ കുത്തനെ കയറിയിട്ടുള്ള വളവാണ്. അപ്പോൾ അത് അത്യാവശ്യം പണി കിട്ടുന്ന വളവാണ്. നടന്നു കയറണമെങ്കിൽ പത ചാടും. ഇവിടെയൊക്കെ എല്ലാം തേയിലായിരുന്നു കേട്ടോ. അതൊക്കെ ഏകദേശം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം അറുത്ത് മാറ്റിയിട്ട് വേറെ വെക്കാനുള്ള പ്ലാനാണോ ഒന്നും അറിയത്തില്ല. ഞാൻ ഈ സൗണ്ടൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഷോയൊന്നുമല്ല, സൗണ്ടൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈ തന്നേ ഉള്ളൂ. എൻ്റെ വണ്ടിയുടെ സൗണ്ടല്ല അവിടെ കേട്ടാ. ഒരു ഷീറ്റ് മറിച്ചിട്ട് സൗണ്ടാണ് കേട്ടത്. നമ്മൾ കഴിക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ട് കേട്ടോ. ഓക്കെ ഗായ്സ്, നമ്മൾ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, നമ്മൾ ചായ കുടിച്ചിട്ടോ. അപ്പോൾ ഈ ചെറുക്കനെ അവിടെ കണ്ട്. പിന്നെ വേറൊരാളുണ്ട് കണ്ട, പൊളി കേട്ടോ കാണാൻ. പാലൊക്കെ സെറ്റാക്കി വെച്ചൊക്കെയാണ്. നൈസാണ് കേട്ടോ. ചൂടാണ്, ഇങ്ങോട്ട് മാറിയില്ലേ? ചൂട് ഓ കരിയും. ഓക്കെയാണ് കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ തെറിക്കാൻ പോവാ. എടാ ചൂട് മാറാ, അവൻ ചൂട് തട്ടി കണക്ക് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാറുള്ളിയാ. മാറി.
നമ്മൾ തെറിക്കാൻ പോയി കേട്ടോ അവിടെ നിന്ന്. നമ്മൾ ചെറിയൊരു കേക്കൊക്കെ കഴിച്ച്. ആ ഇനി അടിക്കത്തില്ല. ആ ഞാൻ ഇപ്പോൾ ചോദിച്ചോ പറഞ്ഞത് വേണമെന്ന് പറഞ്ഞു. കയറിക്കോളിയാ, മഞ്ഞ് കണ്ട അടിച്ചു വരുന്നു. ഇല്ലില്ല, ഞാനിത് വണ്ടി കായംകുളത്താണ് എടുത്തത്. ആ പുള്ളിക്കാരൻ അവിടെ നിന്ന് ചോദിച്ചു പറഞ്ഞ് ഗോപ്രോയ്ക്ക് സാധാരണ അടിക്കാറില്ലെന്ന് പറഞ്ഞു കേട്ടാ. ഞാൻ ചേച്ചിക്കാർക്ക് എന്ത് പറ്റിയോ എന്തോ. താഴോട്ടൊക്കെ അടിപൊളി വ്യൂ ആണ്, വേറെ ലെവൽ വ്യൂ ആണ്. റഷ്യൽ ഇതിലും നല്ല വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടാ അവിടെ കണ്ടാ വന്ന് തന്നെ കാണേണ്ടതാ. മഴലിന് മഞ്ഞ കണ്ടാ. ആ നല്ല അടിപൊളി കോട കയറി കിടക്കുന്നു കേട്ടാ. ഇന്ന് പൊളിക്ക് വേറെ ലെവലാവും. നമ്മൾ സീയും കൊണ്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗായ്സ്. ചെറുക്കം വേറെ മൂഡിലിരിക്കുന്നു, വണ്ടി പറന്നിരിക്കുന്നു. ഒരു മരം ഭയങ്കര ഹൈലൈറ്റ് ആണ്. ഈ ഒരു മരം നൈസാണ്. ഓ അടിപൊളിയാണ്. എൻ്റെ മോനെ വേറെ ലെവല്. നിർത്താതിരിക്കാൻ പറ്റുന്നില്ല കേട്ടാ. എന്തായാലും ഇവിടെ കുറച്ചേരം നിർത്താളിയാ, നിർത്താതിരിക്കാൻ പറ്റുന്നില്ല. അടിപൊളി. ഓ ഗായ്സ്, അപ്പം നമ്മൾ നിർത്തിപ്പോവും, വണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ സൈഡിൽ നിർത്തിപ്പോവും. നമ്മളെ ചേർക്കാൻ പഠിപ്പുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വ്യൂ. ഇതൊന്നും അല്ല, നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് തണുപ്പാവും. നല്ല തണുപ്പുണ്ട്, നല്ല കോടമഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ കയറ്റവും, ആ കയറ്റത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ റോഡ്, താഴോട്ട് ഇങ്ങനെ കുത്തച്ചരിവിൽ നമ്മൾ ഈ മുടിയൊക്കെ ചീകി വെച്ചേക്കത്തില്ലയോ, അത് കണക്കാണ് ഈ ചെടികൾ നിൽക്കുന്നത് കേട്ടോ. നല്ല പുല്ലാണ്, അത്യാവശ്യം നല്ല ബ്ലേഡ് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചെറുക്കെന്തായിരിക്കും കേട്ടോ, പൊന്മുടി ടോപ്പ്. ആളെയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നിൽക്കുകയാണ് കേട്ടോ. മുകളിലോട്ട് തെറിച്ചാലോ ഗായ്സ്? അപ്പോൾ നമ്മൾ പൊന്മുടി എത്തിയിട്ടുണ്ട്. അത് റിസോർട്ടങ്ങനാണ് കേട്ടോ. പൊന്മുടി എന്ന് പറയുന്ന ബോർഡ് ഇവിടെ ഉണ്ട്. നമ്മളാ മലയുടെ മണ്ടയിലോട്ടൊക്കെ ഇനി നടന്ന് കയറാൻ പോയത് കേട്ടോ. ഇവിടെ വണ്ടി അധികം ഇല്ല. ഇതാണ് നമ്മുടെ പൊന്മുടി. നമുക്ക് വണ്ടി ഇവിടെലോട്ട് വയ്ക്കാം കേട്ടോ. ഇറങ്ങിക്കോളിയാ. ഓക്കെ, ഇവിടെ വലിയ തിരക്കില്ല. ഇതാണ് നമുക്ക് വേണ്ടത്, എനിക്ക് വേണ്ടതും ഇതാണ്. തിരക്കുള്ളത് എനിക്ക് താല്പര്യമില്ല ഗൈസ്. അവിടെ ഒരു ആടിൻ്റെ കണക്കത്തെ സംഭവം കേട്ടോ. ആടിങ്ങനെ പ്രതിമയാണ്. ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒറിജിനലാണെന്ന് വിചാരിച്ചു പോയി. എന്നുവെച്ചാൽ അതിൻ്റെ മണ്ടയിലോട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ മണ്ടയിലോട്ട് പോകാൻ വേണ്ട, നമുക്ക് ആ മണ്ടയിലോട്ട് പോളിയാ. എന്നിട്ട് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ടും പോകണം. ഞാനേ അവിടെ നിന്ന് കയറി കേട്ടോ താഴോട്ട്. അതിൻ്റെ മുകളിൽ അങ്ങോട്ടൊക്കെ പോവാം. പക്ഷേ ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മളൊരു വേറൊരു ആംബിയറിലോട്ട് കയറും കേട്ടോ. പ്രത്യേക ഒരു ആംബിയൻസിലോട്ട് കയറും. അളിയൻ്റെ ഫോട്ടോ എടുക്കുന്ന കേട്ടോ. നമ്മൾ ഹെൽമെറ്റ് കയ്യിൽ വെച്ചേക്കാം കേട്ടോ. ഇപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. വേറെ നമ്മളവിടുന്ന് അവൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ടിറങ്ങി കേട്ടോ. താഴോട്ടിറങ്ങി അപ്പം ഈ ഒരു സൈഡിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് റോഡ് കാണാൻ പറ്റും കേട്ടോ. റോഡ് വേറെ ലെവലാണ്. അവിടെ മുകളിൽ എന്നെ ട്രോളുന്നു കേട്ടോ. അവന്മാർ യൂട്യൂബറിനൊക്കെ പറഞ്ഞ് എന്നെ ട്രോളുന്നുണ്ട്. തമിഴന്മാരാട്ടോ. ഹായ് കല്ലോ മക്കളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ട്രോളുന്നുണ്ട്. ഇതെല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റ്. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ മുകളിലോട്ട് പോയാലോ, അങ്ങോട്ട് പോയാലോ? എക്സ്ക്യൂസ് മീ. അയ്യോ, ഓക്കെ. നമ്മൾ ആ ഹിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ ഏറ്റവും നല്ലോണം
കാറ്റടിക്കുന്ന സൗണ്ട് കേൾക്കുന്ന. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഓക്കെയാണ്. അവിടെ വേണ്ട മുകളിൽ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലോട്ട് കയറാൻ കേട്ടോ. ഇവിടെ ഇങ്ങനെ വ്യൂസ് ഉണ്ട്, പിന്നെ അപ്പുറത്തോട്ടൊക്കെ വ്യൂസ് ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ നമ്മളെ കണ്ടിട്ട് നമ്മൾ പിറക്കി കിടക്കണം കേട്ടോ. പാവം, കുറേ നേരിട്ട് പിറക്കി കിടക്കണം. നമ്മൾ ഫുഡൊന്നും ഇല്ലാണ്ടായി പോയി. നമ്മൾ ജസ്റ്റ് കട്ടൻ ചായ മാത്രമായിട്ട് വന്നു. അത് ഇനി എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം. ഇങ്ങനെ മലയുടെ മണ്ട നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കണമെന്ന് തോന്നി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ കട്ടൻ ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ പ്ലാനിൽ നിൽക്കണം കേട്ടോ. ആളിങ്ങനെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വ്ളോഗിൽ കേട്ടാണല്ലോ. യെസ്, ഓഫ് കോഴ്സ്. പൊന്മുടി ഇരുന്ന് നമ്മളിങ്ങനെ കട്ടൻ ചായ കുടിക്കാൻ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല ചൂട് കട്ടൻ ചായ കേട്ടോ. ഞാനത് ഓൺലൈനിൽ നിന്ന് വരുത്തിയ ഒരു ഫ്ലാസ്ക്കാണ്, വേറെ ലെവൽ സാധനം. അപ്പം നല്ല ചൂട് നിൽക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ കട്ടൻ ചായ കുടിക്കുന്നെങ്കിൽ വേറെ ലെവലാണ്, പിന്നല്ല. ഓക്കെ, അപ്പോൾ കട്ടൻ ചായ കുടിച്ച് നമ്മൾ ഫ്രഷ് ആയിട്ട് കുറച്ച് നമുക്ക് താഴോട്ട് കണ്ടു. നമ്മളങ്ങ് മോളിൽ നിൽക്കുമായിരുന്നു കേട്ടോ. മോളിൽ നിന്ന് ഇനി താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കണ്ട സംഭവമാണ്. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോകണം കേട്ടോ. അതിൻ്റെ ഇടയിലോട്ടൊക്കെ പോയിരിക്കാൻ നൈസാന്ന് തോന്നുന്നു. എന്തായാലും അങ്ങോട്ടൊന്ന് പോട്ടെ. ഓക്കെ, കണ്ടോ ആ അടിയിലോട്ടൊക്കെ നൈസാട്ടോ, അടിപൊളി. ഇവിടെ കുറച്ച് നേരം വന്നിരുന്ന് ഞാൻ ഒരു മാക്രിയുടെ കരച്ചിലും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിനി മുകളിലോട്ടാണ് പോകുമ്പോൾ. ആ മുകളിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. നമ്മളിരുന്നവിടെ മൊത്തം നല്ല മഞ്ഞാട്ടോ. ആക്ച്വലി കാണാൻ പറ്റുന്ന തരത്തില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇറങ്ങി വന്നത്. ഈ വഴിയെല്ലാം ഇറങ്ങി താഴെ വന്ന് അതിലേ കൂടെ കയറി ഇപ്പോൾ ഇവിടെ നിൽക്കാൻ കേട്ടോ. വീഡിയോയിൽ കാണുന്നതൊക്കെ സിമ്പിളൊന്നും അല്ല, ആടപ്പളവും. മണ്ടയിലൊക്കെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അവിടെയൊക്കെ ആൾക്കാർ പോണ്ട്. എനിവേസ്, മാക്സിമം ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണം കേട്ടോ. ഓരോരുത്തരുടെ വീഡിയോ കണ്ടിട്ട് ആരും അഭിപ്രായം പറയരുത്, പറ്റത്തില്ല. ഒരുപാട് ഓരോ ഡേയ്സും ഓരോ സ്പെഷ്യലായിട്ടാണ് പൊന്മുടി വരുന്നത്. നമ്മളിവിടെ പാട്ടൊക്കെ ഇട്ട് കണ്ട JBL ഉണ്ട് കേട്ടോ. പാട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് ആ പാട്ടൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കൊരു ഫീലാണ് നമുക്ക് കാട്ടിൽ കൂടെ നടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങണം കേട്ടോ. തിരിച്ചിറങ്ങി എത്താ നമുക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ മൊത്തം കപ്പിൾസ് കൊണ്ട് നിറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ബ്രെഡ് ഓംലേറ്റ് കഴിക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് അത് കഴിക്കുന്ന ഇതൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഓംലേറ്റ് കിട്ടി കേട്ടോ. ബ്രെഡ് ഓംലേറ്റ് ഒരു രക്ഷയില്ല, വരുന്നത് ട്രൈ ചെയ്യുക, വേറെ ലെവൽ സാധനം. ഓക്കെ, അപ്പോൾ ഓംലേറ്റോടെ കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ടാ. പൊന്മുടി നമ്മൾ വിടുകയാണ് ഗായ്സ്. ഓക്കെ.